മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. പറയാതെ മാറി നിൽക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ, അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടിയുണ്ട്, മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്നാണ്, ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. ഒന്നാമത്തെ കാര്യം, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരായി സസ്പെൻഡ് ചെയ്തു. അതുപോലെ അവരെ സർവീസിൽ നിന്ന് നീക്കണം. സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഒരു കാരണവശാലും ഇതുപോലത്തെ കാപാലികന്മാർ, ക്രൂരന്മാർ പോലീസ് സർവീസിലുണ്ടാകാൻ പാടില്ല. പോലീസ് ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സൗകര്യത്തിനുമാണ്, അല്ല അവരെ ആക്രമിക്കാനുള്ളതല്ല. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായും മർദ്ദിച്ചത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണ് ആരുടെയും മേലെ. ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ മീതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇവർ എന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത്? ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും. അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല. വീണ്ടും വരികയാണ്. പീച്ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക, ആ കാശ് മേടിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളടക്കം പുറത്തു വരികയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിൻ്റെ തനി നിറമാണ് ഇപ്പോൾ പുറത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറയും കേരള പോലീസിനൊരു കോക്കസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ DGPക്ക് SP-മാരുടെ മീതെ നിയന്ത്രണമില്ല, SP-മാർക്ക് SHO-മാരുടെ മീതെ നിയന്ത്രണമില്ല. ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്ക് അടി കിട്ടി അവസാനം. അതാണ് അപ്പോൾ ഒരു മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ പോയപ്പോൾ CPM പ്രവർത്തകർ തടഞ്ഞു, ഇല്ലേ? അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു. അപ്പോൾ പീച്ചിയിലുണ്ടായ സംഭവം, കുന്നംകുളത്തുണ്ടായ സംഭവം, ഇതൊക്കെ കുറേ പേര് അതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയത്. സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലാതെ, അല്ല അതിൻ്റെ പുറകെ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. മനുഷ്യത്വരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധ്വംസനമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. പറയാതെ മാറി നിൽക്കുകയാണ്, ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ, അതിനെതിരായി ആക്ഷേപം വരുമ്പോൾ പറയാനുള്ള മറുപടിയുണ്ട്, മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്നാണ്, ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. ഇതാണ് കേരളത്തിലെ പോലീസ്. ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണല്ലോ. ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും.